അയ്യോ ലതേ, അയ്യോ 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 എന്ത് പറ്റി? പാമ്പ് കടിച്ചെന്നാ തോന്നുന്നേ. അയ്യോ അയ്യോ ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. പിടിക്ക് പിടിക്ക് പിടിക്ക്. ഇരുത്ത് 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 ഇരുത്ത്. അയ്യോ ഇത് പാമ്പ് കടിച്ചു തന്നെ. അയ്യോ എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റി? പാമ്പ് കടിച്ചെന്നാ തോന്നുന്നേ. ഈ തുണി എന്തിനാ? അത് ഈ മുറിവ് വെച്ച് കെട്ടണ്ടേ ചേട്ടാ? അങ്ങനെ മുറിവ് വെട്ടാൻ പാടില്ല. ബ്ലീഡിങ് എടുക്കാം, കീറി മുറിച്ച് രക്തം കളയാം. ചേട്ടാ അങ്ങനെ ഒന്നും ചെയ്യാനേ പാടില്ല. ചേട്ടാ ആദ്യം ഇയാളെ ശാന്തമായിട്ട് ഇരുത്തുക. നമുക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവാം. എന്നാ നമുക്ക് 108 വിളിച്ചാലോ? ഇന്നൊരു ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഇപ്പൊ വിളിക്കുക. എന്നാ നമുക്ക് ആ പാമ്പിനെ അങ്ങ് പിടിച്ചാലോ? ചേട്ടാ അതല്ല പ്രധാനം, നമുക്ക് ഇയാളെ ജീവൻ ആദ്യം രക്ഷിക്കാം. ജീവൻ തിരിച്ചു കിട്ടി. സമയത്തിന് ആശുപത്രി എത്തിച്ചോണ്ടാ രക്ഷപ്പെട്ടത്. ശരിയാ. അവിടെ കിടക്കണ വിറകെല്ലാം എടുത്ത് മാറ്റണം. ഓ മാറ്റാം. പാമ്പ് കടിയേറ്റാൽ കടിയേറ്റയാളെ ശാന്തനായിരുത്തുക. കടിയേറ്റ ഭാഗം കെട്ടുകയോ രക്തം കളയാനായി മുറിവുണ്ടാക്കുകയോ ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുക. 108 ആംബുലൻസിന്റെ സഹായം തേടുക. പാമ്പിനെ പിടികൂടാനായി സമയം കളയരുത്. പാമ്പിനെ വീടിന്റെ പരിസരത്ത് കണ്ടാൽ പിടികൂടാനായി വനം വകുപ്പിന്റെ സർപ്പ ആപ്പിൽ സഹായം തേടുക. താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ പാമ്പ് വിഷബാധയ്ക്കെതിരായ മരുന്ന് സൗജന്യമായി ലഭ്യമാണ്.